ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നോക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. 10th പ്രിലിംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ നോക്കുന്നത് T20 വേൾഡ് കപ്പാണ്. 2024 T20 വേൾഡ് കപ്പിന് വേദിയായത് ഏതൊക്കെ രാജ്യങ്ങളാണ്? വെസ്റ്റ് ഇൻഡീസും യു എസുമാണ്. 2024 T20 വേൾഡ് കപ്പിന് വേദിയായ രാജ്യങ്ങൾ. ഇനി വിജയിയായത് ഇന്ത്യയാണ്. 17 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യ T20 വേൾഡ് കപ്പ് വിജയിച്ചിരിക്കുകയാണ്. തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യ തോൽപ്പിച്ചത്. ഇതിൽ ഫൈനലിലെ താരമായിട്ട് തിരഞ്ഞെടുത്തത് വിരാട് കോഹ്ലിയും അതുപോലെ ടൂർണമെൻറ്റിലെ താരം ജസ്പ്രീത് ബുംറയുമായിരുന്നു. ഫൈനലിലെ താരം വിരാട് കോഹ്ലി, ടൂർണമെൻറ്റിലെ താരം ആരാണ്? ജസ്പ്രീത് ബുംറയാണ്. അടുത്തത് 2024 വനിതാ T20 ലോകകപ്പാണ്. 2024 വനിതാ T20 ലോകകപ്പിന് വേദിയായത് ദുബായ് ആണ്. വിജയിച്ചത് ന്യൂസിലൻഡാണ്. 2024 T20 വേൾഡ് കപ്പ് വിജയിച്ചത് ന്യൂസിലൻഡാണ്. ആരെയാണ് തോൽപ്പിച്ചത്? ദക്ഷിണാഫ്രിക്കയാണ്. ഇനി നോക്കുന്നത് ടെന്നീസ് ഓപ്പൺ കിരീടം 2024 ആണ്. 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് യാനിക് സിന്നറിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത്. യാനിക് സിന്നർ ഇറ്റലിയാണ് സ്വദേശം. അതുപോലെ വനിതാ കിരീടം, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം ലഭിച്ചത് ആര്യാന സബലങ്കയ്ക്കാണ്. ആര്യാന സബലങ്ക ബെലാറസ് ആണ്. അപ്പം 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം ലഭിച്ചത് ആര്യാന സബലങ്കയ്ക്കാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം ലഭിച്ചത് യാനിക് സിന്നറിനുമാണ്. ഇനി ഫ്രഞ്ച് ഓപ്പൺ ആണ് നോക്കുന്നത്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനാണ്. അതുപോലെ വനിതാ കിരീടം ഇഗ സ്വയാറ്റിക്കിനുമാണ് ലഭിച്ചത്. ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ കിരീടം യാനിക് സിന്നർ, ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ കിരീടം ആര്യാന സബലങ്ക. അതുപോലെ ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിൽ പുരുഷ കിരീടം കാർലോസ് അൽക്കാരസിനും വനിതാ കിരീടം ഇഗ സ്വയാറ്റിക്കിനുമാണ് ലഭിച്ചത്. ഇനി വിംബിൾട്ടൺ ആണ് നോക്കുന്നത്. വിംബിൾട്ടൺ പുരുഷ കിരീടം ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ്. വനിതാ കിരീടം ബാർബറ ക്രെജിക്കോവയ്ക്കുമാണ് ലഭിച്ചത്. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഓപ്പൺ പറഞ്ഞു. ഫ്രഞ്ച് ഓപ്പൺ എന്താണ്? പുരുഷ കിരീടം ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ്. അതുപോലെ വിംബിൾട്ടൺ ലഭിച്ചത് കാർലോസ് അൽക്കാരസിനാണ്. ഇനി വനിതാ കിരീടമാണെങ്കിൽ ബാർബറ ക്രെജിക്കോവയ്ക്കാണ് വിംബിൾട്ടൺ ലഭിച്ചത്. 2024 വിംബിൾട്ടൺ വനിതാ കിരീടം ലഭിച്ചത് ബാർബറ ക്രെജിക്കോവയ്ക്കാണ്. ചെക്ക് റിപ്പബ്ലിക്കാണ് സ്വദേശം. ഇനി യു എസ് ഓപ്പൺ ആണ് പറയുന്നത്. യു എസ് ഓപ്പൺ പുരുഷ കിരീടം യാനിക് സിന്നറിനാണ് ലഭിച്ചത്. വനിതാ കിരീടം ആര്യാന സബലങ്കയ്ക്കുമാണ് ലഭിച്ചത്. ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടെ പറയുകയാണ്. ഫ്രഞ്ച് ഓപ്പൺ അതുപോലെ വിംബിൾട്ടൺ പുരുഷ കിരീടം ഇത് രണ്ടും ഒരാൾക്കാണ് ലഭിച്ചത്, കാർലോസ് അൽക്കാരസിന്. സ്പെയിനാണ് സ്വദേശം. ഇനി ഫ്രഞ്ച് ഓപ്പൺ വനിതാ കിരീടമാണെങ്കിൽ ആർക്കാണ്? ഇഗ സ്വയാറ്റെക്കിനും. അതുപോലെ ഇഗ സ്വയാറ്റെക്ക് പോളണ്ടുകാരിയാണ്, അത് ഓർക്കുക. ഇനി വിംബിൾട്ടൺ ആണെങ്കിൽ ബാർബറ ക്രെജിക്കോവയ്ക്കാണ്, ചെക്ക് റിപ്പബ്ലിക്കാണ് സ്വദേശം. ഇനി നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണും യു എസ് ഓപ്പണും സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. കാരണം രണ്ടും പുരുഷ താരവും അതുപോലെ വനിതാ താരവും ഒരാൾക്ക് തന്നെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ അതുപോലെ യു എസ് ഓപ്പൺ പുരുഷ താരം യാനിക് സിന്നറും വനിതാ താരം ആര്യാന സബലങ്കയുമാണ്. ഇനി നോക്കുന്നത് 2024 യൂറോ കപ്പാണ്. 2024 യൂറോ കപ്പ് വിജയിച്ചത് സ്പെയിനാണ്. 2024 യൂറോ കപ്പ് വേദിയായത് എവിടെയാണ്? വേദി ജർമ്മനിയാണ്. അപ്പോൾ വിജയി സ്പെയിനും വേദി ജർമ്മനിയുമാണ് യൂറോ കപ്പ്. ഇനി നോക്കുന്നത് 2024 കോപ്പ അമേരിക്ക മത്സരമാണ്. കോപ്പ അമേരിക്ക മത്സരം വിജയിച്ചത് അർജൻറ്റീനയാണ്. 16ാമത്തെ തവണയാണ് അർജൻറ്റീന കോപ്പ അമേരിക്ക വിജയിക്കുന്നത്. ഇനി മത്സരം നടന്നത് ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിലാണ് കോപ്പ അമേരിക്ക മത്സരം 2024 നടന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരീസ് ഒളിമ്പിക്സ് നോക്കാം. പാരീസ് ഒളിമ്പിക്സ് 2024 33ാമത്തെ ഒളിമ്പിക്സ് ആയിരുന്നു. ഇന്ത്യയുടെ സ്ഥാനം 71ാം സ്ഥാനമാണ്. ഇന്ത്യക്ക് 71ാം സ്ഥാനമാണ്. 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. ഫസ്റ്റ് ലഭിച്ചത് ഏത് രാജ്യത്തിനാണ്? അമേരിക്കയ്ക്കാണ് ഫസ്റ്റ് കിട്ടിയത്. 126 മെഡലുകളാണ് അമേരിക്ക നേടിയത്.
ഇനി സെക്കൻഡ് ചൈനയ്ക്കാണ്. ചൈന 91 മെഡലുകളാണ് നേടിയത്. ഇനി 2 പേർക്കും സ്വർണം ലഭിച്ചത്. സ്വർണ്ണ മെഡലുകളുടെ എണ്ണം ചോദിച്ചാൽ തുല്യമാണ്. 40 സ്വർണം വീതമാണ് 2 പേർക്കും ലഭിച്ചത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കും 40 സ്വർണ്ണമാണ് ലഭിച്ചത്. ഇന്ത്യക്ക് സ്വർണ്ണ മെഡലൊന്നും ലഭിച്ചിട്ടില്ല. ഇന്ത്യക്ക് ഒരു സിൽവർ മെഡലും ബാക്കി 5 വെങ്കല മെഡലുമാണ് ലഭിച്ചത്. ഇനി ഈ 6 മെഡലുകൾ ആർക്കൊക്കെയാണ് ലഭിച്ചത് എന്ന് നോക്കാം. ഇന്ത്യയുടെ ആദ്യ മെഡൽ വെങ്കല മെഡലാണ് നേടിയത്. മനു ഭാക്കറാണ് നേടിയത്. അതുപോലെ ഒരു ഒളിമ്പിക്സിൽ ഇരട്ട മെഡലുകൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന റെക്കോർഡും മനു ഭാക്കറിന് കിട്ടി. എങ്ങനെയാണ്? 10 മീറ്റർ എയർ പിസ്റ്റലിനും അതുപോലെ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡിനും എന്താണ് അവർക്ക് വെങ്കല മെഡൽ ലഭിച്ചു. ഇതിൽ 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡ് മനു ഭാക്കറും അതുപോലെ സർബ്ജോത് സിംഗും കൂടെ ചേർന്നാണ് നേടിയത്. ഇനി 50 മീറ്റർ റൈഫിൾ മെൻ ഷൂട്ടിങ് സ്വപ്നിൽ കുശാലയാണ് നേടിയത്. 50 മീറ്റർ റൈഫിൾ മെൻ ഷൂട്ടിങ്ങിൽ വെങ്കല മെഡൽ നേടിയത് സ്വപ്നിൽ കുശാലയാണ്. ഇനി ഒരു സിൽവർ മെഡൽ എന്ന് പറഞ്ഞു, ബാക്കി വെങ്കലമാണ്. അതിൽ സിൽവർ മെഡൽ നേടിയത് നീരജ് ചോപ്രയാണ്. ജാവലിൻ ത്രോയ്ക്കാണ് നീരജ് ചോപ്ര നേടിയത്. നീരജ് ചോപ്ര എറിഞ്ഞ ദൂരം എന്ന് പറയുന്നത് 89.45 മീറ്ററാണ്. ഇതിൽ സ്വർണം നേടിയത് പാകിസ്ഥാൻ്റെ താരമായിട്ടുള്ള അർഷാദ് നദീമാണ്. അർഷാദ് നദീം 92.97 മീറ്റർ എറിഞ്ഞു. അടുത്തത് അമൻ ഷെറാവത്ത്. 57 കിലോ ഫ്രീ സ്റ്റൈൽ ഗുസ്തിക്കാണ് അമൻ ഷെറാവത്തിന് ലഭിച്ചത്. അതുപോലെ അടുത്ത വെങ്കല മെഡൽ ലഭിച്ചത് 6ാമത്തെ വെങ്കല മെഡൽ ലഭിച്ചത് ഹോക്കി ടീമിനാണ്, ഇന്ത്യൻ ഹോക്കി ടീമിനാണ്. ക്യാപ്റ്റനായത് ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്നത് ഹർമൻപ്രീത് സിംഗ് ആയിരുന്നു. ഇദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി ഇരട്ട ഗോള് നേടുകയുണ്ടായി. പാരീസ് ഒളിമ്പിക്സിൽ ഇരട്ട ഗോള് നേടുകയുണ്ടായി. ഇനി നമ്മൾ നോക്കുന്നത് 2024 പാരീസ് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെയാണ് എന്നാണ്. PV സിന്ധുവും അജന്ത ശരത് കമലുമാണ്. PV സിന്ധുവും അജന്ത് ശരത് കമലുമാണ് ഉദ്ഘാടന ചടങ്ങിൽ പതാക ഏന്തിയത്. PV സിന്ധു ബാഡ്മിൻ്റനാണ്, അജന്ത ശരത് കമലോ ടേബിൾ ടെന്നീസുമാണ്. ഇനി സമാപന ചടങ്ങിൽ പതാക ഏന്തിയത് ആരൊക്കെയാണ്? PR ശ്രീജേഷും മനു ഭാക്കറുമാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് ആണ്, PR ശ്രീജേഷ് ഹോക്കി. ഇനി കേരളത്തിൽ നിന്ന് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എത്ര കായിക താരങ്ങളാണ് എന്നുള്ളതാണ്. 7 കായിക താരങ്ങളാണ്. കേരളത്തിൽ നിന്ന് 7 കായിക താരങ്ങളാണ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്തതായിട്ട് നോക്കുന്നത്, ഇപ്പോൾ ഈയിടെയായിട്ട് പുതുതായിട്ട് ഒരുപാട് രാജ്യങ്ങളിൽ പ്രധാനമന്ത്രിമാർ പ്രസിഡൻ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ആരൊക്കെയാണ് എന്നുള്ളതാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പ്രസിഡൻ്റാണ്. പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫാണ്. ഇപ്പോഴത്തെ പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫാണ്. അതുപോലെ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിയുമാണ്. ആസിഫ് അലി സർദാരിയാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ആരാണ്? ഷഹബാസ് ഷെറീഫാണ് പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. ഇനി പ്രസിഡന്റ് ആണെങ്കിലോ ആസിഫ് അലി സർദാരിയാണ്. ഇനി ശ്രീലങ്കയാണ്. ശ്രീലങ്കയുടെ പ്രധാനമന്ത്രി ഹരിണി അമരസൂര്യയാണ്. 16ാമത്തെ പ്രധാനമന്ത്രിയാണ്. ഇനി പ്രസിഡന്റ് അനുരകുമാര ദിസനായകയാണ്. 9ാമത്തെ പ്രസിഡൻ്റാണ് അനുരകുമാര ദിസനായകെ. അപ്പോൾ ശ്രീലങ്കയുടെ പ്രൈം മിനിസ്റ്റർ ഹരിണി അമരസൂര്യ 16ാമത്തെ പ്രൈം മിനിസ്റ്ററാണ്. പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ 9ാമത്തെ പ്രസിഡൻ്റാണ്. ഇനി ഇറാൻ്റെ പ്രസിഡന്റ് അടുത്തിടെ മാറി. ആരാണ്? മസൂദ് പെസഷ്കിയാനാണ്. ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണ്. ഇപ്പോഴത്തെ ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറാണ്. ഇറാൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ മസൂദ് പെസഷ്കിയാനും ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറുമാണ്. അതുപോലെ തായ്ലൻഡ് പ്രൈം മിനിസ്റ്റർ മാറിയിരുന്നു. തായ്ലൻഡ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ പെയ്തോങ് താൻ ഷിനാവത്രയാണ്. ഒന്നുകൂടെ പറയുകയാണ്, ഇറാൻ്റെ പ്രസിഡന്റ് ഈയിടെ മാറി മസൂദ് പെസഷ്കിയാനാണ്. അതുപോലെ ബ്രിട്ടൻ്റെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാമറാണ്. തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററായിട്ടുള്ളത് പെയ്തോങ് താൻ ഷിനാവത്രയുമാണ്. അടുത്തത് ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്ററാണ്. ബംഗ്ലാദേശിൻ്റെ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനുസ് ആണ്. ബംഗാളിൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് യൂനുസ് ആണ്.
ഇനി മെക്സിക്കോ പ്രസിഡൻറ്റ്, ഇപ്പോഴത്തെ മെക്സിക്കോയുടെ പ്രസിഡൻറ്റ് ക്ലോഡിയ ഷെയ്ൻബോം ആണ് ഇപ്പോഴത്തെ മെക്സിക്കോയുടെ പ്രസിഡൻറ്റ്. ഇനി അമേരിക്കൻ പ്രസിഡൻറ്റ് മാറിയിരുന്നു. ആരാണ്? ഡൊണാൾഡ് ട്രംപ് ആണ്. 47ാമത്തെ അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. 2024 ഡിസംബറിൽ ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് ആരാണ്? യൂൻ സൂക് യോൽ ആണ്. ദക്ഷിണ കൊറിയയിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ച പ്രസിഡന്റ് അത് എന്നാണ്? 2024 ഡിസംബറിലെ കാര്യമാണ്. യൂൻ സൂക് യോൽ ആണ്. അതുപോലെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ആണ് എന്ന് പറഞ്ഞു. ഏത് പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ലേബർ പാർട്ടിയാണ്. ഇപ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി ലേബർ പാർട്ടിയാണ്. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.